എല്ലാവർക്കും എൻ്റെ നീതമായ നമസ്കാരം. ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. ഇതേവരെ ഞാൻ പ്രഭുപാദൻ്റെ ഗ്ലോറിഫിക്കേഷൻ ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ്. എനിക്ക് അത്രയൊന്നും യോഗ്യതയില്ല. എന്നാലും ഞാനൊരു ആസ് ആൻ ഇനിഷ്യേറ്റഡ് ഡിവോട്ടീവ് വല്ലതും പറയുന്നില്ലെങ്കിൽ അതൊരു കുറവാണ്. പ്രഭുപാദ ലീലകൾ ഒരുപാടുണ്ട്. ഞാൻ അതൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ എനിക്ക് അറിഞ്ഞതിൽ വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞതിൽ പ്രഭുപാദർ ഒരുപാട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്, ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു മഹാത്മാവാണ്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലീലയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗർഗമുനി പ്രഭുവിൻ്റെ ഒരു പാസ്റ്റ് ടൈം അദ്ദേഹം എഴുതിയ റിയലൈസേഷൻസിൽ അവർ പ്രീച്ചിങ് ചെയ്യാൻ പോകുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം അവരെ ബംഗ്ലാദേശിലേക്ക് അയച്ചിട്ടും പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടും സന്യാസിമാരായിട്ട് പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് പ്രഭുപാദരുടെ ഓർഡേഴ്സ് അവരങ്ങനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം പോലും അർപ്പണം ചെയ്തിട്ടുള്ള ഒരുപാട് ഡിവോട്ടീസ് നമ്മളുടെ ഈ ഇസ്കോൺ ഗ്രൂപ്പിലുണ്ട്. അപ്പം പ്രഭുപാദർ പറയുന്നത്, ഐ ഹാവ് ബിൽറ്റ് ആൻ ഹൗസ് ടു സ്റ്റേ ഫോർ ദ ഹോൾ വേൾഡ് ഹു ക്യാൻ സ്റ്റേ ഓൾ ടുഗെദർ എന്ന് പറഞ്ഞാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും നമ്മളുടെ ഈഗോവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു മനപ്രയാസം വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞു പോകുന്നതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇസ്കോൺ വിട്ട് പോകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരുപാട് ഡിവോട്ടീസിൻ്റെ അടുത്ത് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് വന്നാലും ഇതിൽ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവൻ തന്നെ നമ്മൾ പണയം വെച്ച് നമ്മൾ അതിനായിട്ട് നമ്മൾ ഇത് ചെയ്താലേ നമ്മളുടെ ഗുരുക്കളെ നമുക്ക് പ്രസാദിക്കാൻ പറ്റുള്ളൂ, അവരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഈ ചെറിയത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ.